നമുക്കറിയാം, തോരാതെ പെയ്യുന്ന മഴ പലപ്പോഴും ദുരിതമാണ് വിതയ്ക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഈ മഴ അനുഭവത്തെ രസകരവും കൗതുകകരമാക്കുന്ന ചിലർ കൂടിയുണ്ട് എന്നുള്ളതാണ്. കാലവർഷം നേരത്തെ എത്തിയതോടെ നാട്ടിൻപുറങ്ങളിലെ തീന്മേശകളിൽ വിഭവസമൃദ്ധമായ നാടൻ ആറ്റുമീനുകളും നിരന്നു കഴിഞ്ഞു. ചൂണ്ടയും വലയുമായി കുളങ്ങളിലും പാടങ്ങളിലുമൊക്കെ മീൻപിടുത്തം ഇപ്പോൾ ഉഷാറാണ്. നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള മീൻ കിട്ടിയോടാ? എല്ലാവർക്കും ഉള്ളതായോ? എല്ലാവർക്കും ഇനി നമുക്ക് കൊടുക്കാമല്ലോ മീനല്ലേ വീട്ടിലേക്ക്? ഇട്ടോ, ഇത് ഗവിരാമീൻ. ഏത് മീനെ അവനെ ഉപദ്രവിക്കും. ഇത് കോലാച്ചി മീൻ, ഇത് പരല്, കുറുവാപ്പരല്, ഇത് വയമ്പ്. ഇക്കുറി കാലവർഷം നേരത്തെ എത്തി. വയലും കുളവും തോടും എല്ലാം നിറഞ്ഞു. ഉടനെ വലയും ചൂണ്ടയുമായി ഇറങ്ങി നാട്ടുകാർ. ഇപ്പോൾ ആഞ്ഞൊന്നു വല വീശിയാൽ പുതുമഴയ്ക്ക് വല നിറയും. ദുരിതപ്പെയ്ത്താണെങ്കിലും കണ്ണീരുമായ്ക്കാൻ നല്ല നാട്ടീണങ്ങളുണ്ടല്ലോ. ആനന്ദം കണ്ടെനിക്കാതിനാഥ, ആനന്ദം വിട്ടു ഞാൻ പോകയില്ല, പോകാൻ പറഞ്ഞാലും പോകയില്ല, എൻ്റെ ആദിനാഥനെ വിട്ടു ഞാൻ പോകയില്ല. കരയേണ്ട കാലം കഴിഞ്ഞു പോയി, ഇനി കരയാനും നമുക്ക് നേരമില്ലേ. ഞാനിപ്പോൾ ഇങ്ങ് വന്നതേ ഉള്ളൂ. നമുക്ക് കറിക്കുള്ള മീൻ മതി. ഞാൻ 2-3 വീശനം ഞാൻ എൻ്റെ കുട്ടിക്ക് കയറും. അത്രയേ ഉള്ളൂ. നമുക്കത് മതി. സന്തോഷം. പുഴമീൻ നല്ല ടേസ്റ്റ് അല്ലേ? അത് എനിക്കിഷ്ടമാണ്. അതല്ലേ മേടിച്ചത്. അതിനകത്ത് എല്ലാ സൈസും ഉണ്ട്. മിക്സറല്ലേ, എല്ലാം ഉണ്ട്. വറക്കുകയും ചെയ്യും, പീര വെക്കാം, എല്ലാം ചെയ്യാം. കൂട്ടത്തിൽ പ്രകൃതി കൈനിറയെ അനുഗ്രഹിച്ചവരുണ്ട്. കുട്ട നിറയെ മീൻ കിട്ടിയവർ. നേരത്തെ ബുക്ക് ചെയ്ത് നിറഞ്ഞ കുട്ടയും കാത്തിരിക്കുന്നവരിലേക്ക് പിടപ്പ് മാറും മുമ്പേ മീനെത്തണം. വഴിയരികിലും ചന്തയിലും കൊണ്ടുപോയി വിറ്റ് പണമാക്കണം. ഇപ്പോൾ ഈ പുല്ലെന്ന് പറഞ്ഞ മീനാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. പുല്ലുണ്ട്, പിന്നെ നമുക്ക് വാളയുണ്ട്, പിന്നെ ഈ ചെറുമീൻ, ഈ അതായത് ഈ വായമ്പ, പരല്, കൊയ്, പിന്നെ കുറുവ, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ വീശി കിട്ടുന്നതാണ് ഇവിടെ. ഇതിപ്പോൾ വിൽക്കാൻ നമ്മളിപ്പോൾ ഓരോരുത്തരും ഇവിടെ നിന്ന് മേടിക്കുന്നവരുണ്ട്. പിന്നെ നമ്മൾ എല്ലായിടത്തും കൊണ്ട് കൊടുക്കും, ഓരോരുത്തർ വിളിച്ച് പറയും. അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആറ്റിലും പുഴയിലും ഇറങ്ങി ആവേശത്തോടെ മീൻപിടുത്തം നടത്തിയ പഴയ പ്രതാപകാലം അയവിറക്കാൻ കാലംകുടയും ഊന്നുവടിയുമായി കാരണവന്മാരുണ്ട്. വീശുന്ന ഓരോ വലയിലും പിടയ്ക്കുന്ന ഓരോ മീനിലും കൗതുകമൂറി കുഞ്ഞുങ്ങളുമുണ്ട്.
ഇതല്ലേ ഒരു നാടൻ വൈബ്? ആറ്റുവാള, പുല്ലൻ, വയമ്പ്, പരൽ അങ്ങനെ കാലവർഷം നേരത്തെ എത്തിയതോടെ മലയാളികളുടെ തീൻമേശകളും സമ്പന്നമാവുകയാണ്. കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം മിഥുനയ്യപ്പൻ, ജനം.